ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു തൈര് മുളകിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, വളരെ ടേസ്റ്റി ആയിട്ടുള്ളത്, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ തൈര് മുളക് പൊടിക്ക് ഞാനിവിടെ കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 5 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഇങ്ങനെ ഇടയ്ക്കൊന്ന് കീറി കൊടുത്തിട്ടുണ്ട്. അറ്റം വിടാതെ രണ്ടായിട്ട് പിളർന്ന് വെച്ചിരിക്കുകയാണ്. എല്ലാ പച്ചമുളകും ഇങ്ങനെ രണ്ടായിട്ട് പിളർന്ന് വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര, അത് ഈ തൈരിൻ്റെ പുളിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. പിന്നെ ആവശ്യമായ ഉപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു സ്വല്പം കുരുമുളക് പൊടി, ഒരു പിഞ്ച് മതി കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള കടുക് നമുക്കെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക് എടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 3-4 ഉലുവ ഇട്ടാൽ മതിയാവും. പിന്നൊരു പിഞ്ച് നല്ല ജീരകമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും ആവശ്യമായിട്ടുള്ള ഉപ്പും, ഈ തൈരിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിനകത്ത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇതിന് അത്യാവശ്യം ഒരുവിധം നല്ലതായിട്ട് എണ്ണ ഉള്ളതാണ് നല്ലത്. 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ഇന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്തേക്ക് ഫ്ലെയിം തീരെ കുറച്ചിടണം. കടുക് പൊട്ടി വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ, പിന്നെ ജീരകം, കുരുമുളക് പൊടി, ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കണം. അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്തേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളകിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്തേക്ക് ഫ്ലെയിം ഓഫാക്കുക. ഈ മുളകൊക്കെ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ കായത്തിൻ്റെയും ഉലുവയുടെയും ജീരകത്തിൻ്റെയൊക്കെ കൂടെ ഫ്ലേവർ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന തൈരിലേക്ക് ഈ കൊണ്ടുവന്ന മുളക് ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് എണ്ണ കൂടുതലുള്ളത് ഇതിന് നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ തൈര് മുളക് റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക്സ്.